തിരുവോണം ബമ്പർ എന്ന മഹാഭാഗ്യം തേടിയെത്തിയത് കൊച്ചി നെട്ടൂരിലുള്ള ജോലിക്കാരിയായ ഒരു സ്ത്രീക്കാണ് എന്ന തരത്തിൽ ഇന്നലെ നൽകിയ വാർത്തയിൽ ആദ്യമേ ക്ഷമാപണം നടത്തിക്കൊണ്ട് പറയട്ടെ, ആ ഭാഗ്യശാലിയുടെ പേരിൽ ഒരു ട്വിസ്റ്റുണ്ട്. കൊച്ചിക്കാരിക്കല്ല ആ സമ്മാനം അടിച്ചത്, ആലപ്പുഴയിലുള്ള ശരത് എസ് നായർ എന്ന യുവാവിനെയാണ് ആ മഹാഭാഗ്യം തേടിയെത്തിയത്. ആലപ്പുഴ തുറവൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയും നിപ്പോൺ പെയിന്റ് ഷോറൂം ജീവനക്കാരനുമായ ശരത്ത് യഥാർത്ഥ ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കിയതോടെയാണ് ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നത്. ടിക്കറ്റ് വിറ്റ ലതീഷിന്റെ വാക്ക് വിശ്വസിച്ച് കൊച്ചി നെട്ടൂരിലെ ഒരു സ്ത്രീക്കാണ് മഹാഭാഗ്യം ലഭിച്ചത് എന്ന തരത്തിൽ വന്ന വാർത്തകളെല്ലാം നിരാകരിക്കപ്പെടുകയാണ് ഇതിലൂടെ. 25 കോടി രൂപയുടെ മഹാഭാഗ്യം തേടിയെത്തിയ ശരത്തിന് ഇതോടെ നികുതികളും കിഴിവുകളും കഴിച്ച് 12.8 കോടി രൂപയാണ് ലഭിക്കുന്നത്. എറണാകുളം നെട്ടൂരിലെ ലോട്ടറി ഏജന്റായ ലതീഷിൽ നിന്നാണ് സമ്മാനാർഹമായ ടിക്കറ്റ് ശരത്ത് വാങ്ങിയത്. ഇന്നലെ മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞത് എറണാകുളം നെട്ടൂരിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ടിക്കറ്റ് വാങ്ങിയത് എന്നും അവർ വാങ്ങിയ 2 ടിക്കറ്റുകളിൽ ഒരെണ്ണത്തിനാണ് സമ്മാനം ലഭിച്ചത് എന്നുമുള്ള ഊഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സമ്മാനം ലഭിച്ച വിവരമറിഞ്ഞതോടെ ഇവർ സ്വന്തം വീട് പൂട്ടി മകളുടെ വീട്ടിലേക്ക് പോയി എന്നും മുൻകാലങ്ങളിൽ സമ്മാനം ലഭിച്ചവരുടെ തിക്താനുഭവങ്ങൾ വാർത്തകളായി പലപ്പോഴും കണ്ട് ഭയന്നാണ് അവർ നാട് വിട്ടത് എന്നുമുള്ള കഥകൾ വരെ പ്രചരിച്ചു. കഥകൾക്ക് പ്രചാരണം നൽകിയതും ലതീഷായിരുന്നു. ലതീഷിന്റെ സുഹൃത്തിന് സമ്മാനം അടിച്ചുവെന്ന് പറയുന്ന സ്ത്രീ ടിക്കറ്റിന്റെ ചിത്രം അയച്ചു കൊടുത്തിരുന്നുവെന്നും ആരോരുമില്ലാത്ത അവരെയും ഒപ്പം ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്ന തന്നെയും ഉപദ്രവിക്കരുത് എന്നുള്ള വൈകാരികതയൊക്കെ ലതീഷ് പങ്കുവെക്കുകയും ചെയ്തതാണ്. ഇതനുസരിച്ച് ഭാഗ്യവതി കാണാമറയത്ത് തന്നെ തുടരുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മഹാഭാഗ്യം തേടിയെത്തിയത് ഭാഗ്യവതിയെ അല്ലെന്നും ഭാഗ്യവാനെയാണ് എന്നും ദുരൂഹതയുടെ ചുരുളഴിഞ്ഞത്. അപ്പോഴും ലതീഷ് പറഞ്ഞ കഥയിലെ ആ ഭാഗ്യവതി കാണാമറയത്ത് തന്നെയാണ്. ആരെക്കുറിച്ചാണ് ലതീഷ് കഥ മെനഞ്ഞത് എന്നോ എന്തിനു വേണ്ടിയാണ് ആ കഥ മെനഞ്ഞത് എന്നോ ഇപ്പോഴും വ്യക്തമല്ല. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടതും ഇനി ലതീഷ് തന്നെയാണ്. ലോട്ടറി വാങ്ങുന്നവരിൽ ഭൂരിഭാഗവും നാട്ടുകാരാണ് എന്നും ഭാഗ്യശാലി നെട്ടൂർ വിട്ടു പോകാൻ സാധ്യത ഇല്ല എന്നുമായിരുന്നു ലതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഒരുപക്ഷെ ഈ കണക്കുകൂട്ടലിലായിരിക്കാം ലതീഷ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും ഭാഗ്യവാനെ മാധ്യമങ്ങളിലൂടെ നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു. ഇനി മുൻപ് ഭാഗ്യം ലഭിച്ച അനൂപിന് സംഭവിച്ചതുപോലെ ശരത്തിന് ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഓണം ബമ്പർ നറുക്കെടുത്ത ദിവസവും ശരത്ത് പതിവ് പോലെ നെട്ടൂരിലുള്ള പെയിന്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോയിരുന്നു. അവിടെ വെച്ചാണ് ലോട്ടറി അടിച്ച വിവരം അറിഞ്ഞത്. എന്നാൽ സമ്മാനം കിട്ടിയ കാര്യം ജോലി സ്ഥലത്ത് ആരോടും പറഞ്ഞില്ല. ഇളയ സഹോദരനെ വിളിച്ച് കാര്യം പറഞ്ഞു. വീട്ടിലെത്തും മുൻപ് തന്നെ ഭാര്യയോടും ഇക്കാര്യം പറഞ്ഞു. ഇന്ന് ഉച്ചയോടെയാണ് തുറവൂർ ആലക്കാപ്പറമ്പ് SBI ശാഖയിൽ ശരത്തും അനുജൻ രഞ്ജിത്തും ചേർന്ന് സമ്മാനാർഹമായ TH 57 78 25 എന്ന ടിക്കറ്റ് ബാങ്ക് മാനേജർക്ക് കൈമാറിയത്. ചെറിയ തുകയുടെ ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട് എങ്കിലും ആദ്യമായാണ് ബമ്പർ എടുക്കുന്നത്. ഫോണിൽ ലോട്ടറിയുടെ ചിത്രമെടുത്ത് വെച്ചിരുന്നു. ബമ്പർ ഫലം വന്നപ്പോൾ ഫോണിൽ നോക്കി, വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നീട് വീട്ടിൽ പോയി 2-3 തവണ നോക്കിയ ശേഷമാണ് ഉറപ്പിച്ചത് എന്ന് ശരത്ത് പറഞ്ഞു. ടിക്കറ്റ് വിറ്റ നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് MT ലതീഷിനെ പരിചയമില്ല എന്നും ശരത്ത് വ്യക്തമാക്കി. ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ടിക്കറ്റ് എടുത്തത്. സമ്മാനം ലഭിച്ച തുക എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടില്ല. വീടുണ്ട്, അത് വെച്ചതിന്റെ കുറച്ച് കടങ്ങൾ വീട്ടാനുണ്ട് എന്ന് ശരത്ത് പറയുന്നു. 12 വർഷമായി നിപ്പോൺ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് ശരത്ത്. ശരത്തിന് ലോട്ടറി അടിച്ചതിൽ സഹപ്രവർത്തകരും ഹാപ്പിയാണ്. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഓണം ബമ്പറിന്റെ സമ്മാനം ഒരു കേരളക്കാരന് കിട്ടുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2 വർഷവും ഒന്നാം സമ്മാനം പോയത് കേരളത്തിന് പുറത്തേക്കായിരുന്നു. കഴിഞ്ഞ വർഷം കർണാടകയിലേക്കും 2023 തമിഴ്നാട്ടിലേക്കുമാണ് തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം വണ്ടി കയറിയത്. ഇക്കുറി അത് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് ഉടമയ്ക്ക് 25 കോടിയിൽ നിന്ന് കമ്മീഷനും നികുതികളും കിഴിച്ച് 12,88,26,000 രൂപയാണ് സമ്മാനമായി ലഭിക്കുക. ആകെയുള്ള 25 കോടിയിൽ നിന്ന് ഏജൻസി കമ്മീഷൻ 10% നിരക്കിൽ 2.5 കോടി നൽകണം. 30% സമ്മാന നികുതി 6.75 കോടിയും കഴിഞ്ഞ് ഒന്നാം സമ്മാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് 15.75 കോടി. ഇനി ഇതിൽ നിന്നാണ് നികുതികൾ കിഴിക്കുന്നത്. അക്കൗണ്ടിലെത്തിയ ആകെ തുകയ്ക്കുള്ള നികുതിയായി നൽകേണ്ടത് 2,85,00,000 രൂപ. ഈ നികുതി തുകയ്ക്കുള്ള സർചാർജ് 37%. ഇത് ഏകദേശം 2,49,00,000 രൂപ വരും. ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സായ 4% അഥവാ 36,90,000 രൂപയും കിഴിച്ചാൽ സമ്മാനാർഹന് കയ്യിൽ കിട്ടുന്ന തുകയാണ്
12,88,26,000 രൂപ. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 20 പേർക്ക്, മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്ക്, നാലാം സമ്മാനം 5 ലക്ഷം വീതം 10 പരമ്പരകൾക്ക്, അഞ്ചാം സമ്മാനം 2 ലക്ഷം വീതം 10 പരമ്പരകൾക്ക് എന്നിങ്ങനെയാണ് പ്രധാന സമ്മാന ഘടന. കൂടാതെ 5000, 2000, 1000, 500 രൂപയുടെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട്. തിരുവോണം ബമ്പർ ലോട്ടറി വിൽപ്പനയിലൂടെ യഥാർത്ഥത്തിൽ ബമ്പർ അടിച്ചത് സർക്കാരിനാണ് എന്ന് പറയാം. ഈ വർഷത്തെ ലോട്ടറി വിൽപ്പനയിലൂടെ സർക്കാർ ഖജനാവിലെത്തിയത് 375 കോടി രൂപയാണ്. കിട്ടിയാൽ കിട്ടിയെന്ന് കരുതിയ 500 രൂപ മുടക്കി ടിക്കറ്റ് എടുത്തത് 75 ലക്ഷം പേരാണ്. ഇതിൽ തന്നെ മുന്നിൽ പാലക്കാടാണ്. 14 ലക്ഷം ടിക്കറ്റുകളാണ് പാലക്കാട് വിറ്റഴിഞ്ഞത്. ഈ 375 കോടിയും മൊത്തമായും സർക്കാരിന് ലഭിക്കില്ല. ഏജൻസി കമ്മീഷൻ, അച്ചടിക്കൂലി, ഭരണപരമായ ചെലവുകൾ, സമ്മാനത്തുക എന്നിവ കഴിഞ്ഞുള്ള ബാക്കി തുകയാകും സർക്കാരിന് ലഭിക്കുക. ഇത് സംബന്ധിച്ച കൃത്യമായ കണക്ക് ഇപ്പോൾ ലഭ്യമല്ല. മഴയും GST പരിഷ്കരണവുമെല്ലാം ഇത്തവണത്തെ ടിക്കറ്റ് വിൽപ്പനയിൽ ഘടകമായിട്ടുണ്ട്. സെപ്റ്റംബർ 27 നടക്കേണ്ട നറുക്കെടുപ്പ് ഒക്ടോബർ 4 നീട്ടിയതും ടിക്കറ്റ് വിൽപ്പന റെക്കോർഡ് സൃഷ്ടിക്കാൻ കാരണമായി.